ഹായ് എവ്രിവൺ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കോണ്ടന്റ് റൈറ്റിങ്ങിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടാകും, നല്ല ലാംഗ്വേജ് ഉള്ള, നന്നായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ട് എഴുതാൻ കഴിവുള്ളവർ, അല്ലേ? നന്നായിട്ട് എഴുതാൻ കഴിവുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കോണ്ടന്റ് റൈറ്റർ ആകാൻ ഒരുപാട് ജോലി സാധ്യതയാണ് ഈ ഡിജിറ്റൽ വേൾഡിൽ ഉള്ളത്. വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസും ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഈ ഒരു ഫീൽഡിൽ ഉണ്ടാകും. നല്ല ലാംഗ്വേജ് എന്ന് പറഞ്ഞത് ഏത് ലാംഗ്വേജും ആകാം, ഇന്ത്യൻ ലാംഗ്വേജ് ആകാം, ഫോറിൻ ലാംഗ്വേജ് ആകാം, എന്തും ആകാം. നിങ്ങൾക്ക് എപ്പീലിംഗ് ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ട് എഴുതാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്കില്ലായിരിക്കും. ഒരു ബിസിനസ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യം വേണ്ടുന്നത് ഇന്നത്തെ ഒരു ഡിജിറ്റൽ വേൾഡിൽ ആവശ്യം വെബ്സൈറ്റ് ക്രിയേഷനാണ്. ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ കമ്പനിയെ കുറിച്ചിട്ടും അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനെ കുറിച്ചിട്ടും അവരുടെ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടൊക്കെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതധികവും ഒരു പുറമേയുള്ള ഒരാളെ കൊണ്ടാണ് ചെയ്യാൻ സാധിക്കുക. അതായത് വെബ്സൈറ്റ് ക്രിയേറ്റേഴ്സ് ഇതൊന്നും ചെയ്യാറില്ല. നോർമലി ചെറിയ കമ്പനീസ് ഒന്നും അത് ചെയ്യാറില്ല. അപ്പം മൂന്നാമതൊരാളുടെ ഹെൽപ്പാണ് ഈ കമ്പനീസിന് അവിടെ ആവശ്യമായിട്ട് വരുന്നത്. അവിടെയാണ് കോണ്ടന്റ് റൈറ്റിംഗിന്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസും വരുന്നത്. നന്നായിട്ട് കാര്യങ്ങൾ കീവേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് അട്രാക്റ്റീവായിട്ട് എഴുതാൻ സാധിച്ചാൽ അത് നിങ്ങൾക്ക് ഒരു ജോലി സാധ്യതയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ജോലിയിലേക്ക് കടക്കാൻ സാധിക്കും. ഉയർന്ന സാലറിയാണ് ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. പേജ് വൈസ് കോണ്ടന്റ് ക്രിയേഷന് പേയ്മെൻറ്റ് വാങ്ങുന്ന ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് എത്തിച്ചേരണമെങ്കിൽ പ്രത്യേകിച്ചൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ സ്വയം നിങ്ങളുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്നതാണ് ഇവിടെ ചെയ്യേണ്ടുന്നത്. നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുക, വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ മറ്റ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ആർട്ടിക്കിൾസ് വായിക്കുക. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഒരു ട്രെയിനിങ് കൂടിയായി അത് മാറും. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീൽഡാണ് കോണ്ടന്റ് ക്രിയേഷൻ. പക്ഷേ ഇതിനായിട്ട് അഡീഷണലായിട്ടൊരു ട്രെയിനിങ്ങോ കോഴ്സോ ഒന്നും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തന്നെ ശ്രമിച്ച് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടുന്ന കാര്യം. അതുപോലെ വെബ്സൈറ്റ് ക്രിയേഷന് മാത്രമല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ആവശ്യം. ബ്ലോഗേഴ്സിന് വേണ്ടി നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. അത്തരത്തിലും നിങ്ങൾക്ക് ജോലി സാധ്യത ഉണ്ടാവുന്നതാണ്. മറ്റൊരു ഹൈ പെയ്ഡ് ആയിട്ടുള്ള റൈറ്റിംഗ് സ്കിൽ ആവശ്യമുള്ള ഫീൽഡാണ് കോപ്പി റൈറ്റിംഗ്. ഇവിടെ ഷോർട്ട് ടേം ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു റിസൾട്ട് ആവശ്യമാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഷോർട്ട് ടേമിലേക്ക് ഒരു ഓഫർ കൊടുക്കുകയാണ്, ഒരു സെയിൽ ഓഫർ കൊടുക്കുകയാണ്, ഡിസ്കൗണ്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അവിടെ പെട്ടെന്ന് ആൾക്കാരെ എത്തിച്ച് പെട്ടെന്ന് സാധനങ്ങൾ വിറ്റഴിക്കുക എന്നതാണ് ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ അവിടെ കൊടുക്കേണ്ടുന്ന പ്രൊമോഷൻ അത്തരത്തിലുള്ളതായിരിക്കണം. അട്രാക്റ്റീവ് ആൻഡ് ക്യാച്ചി ആയിട്ടുള്ള കോണ്ടന്റ് ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. അതിനാണ് കോപ്പി റൈറ്റിംഗ് യൂസ് ചെയ്തത്. ഒരിക്കലും ലോങ് ടേം റിസൾട്ടിന് വേണ്ടി കോപ്പി റൈറ്റിംഗ് ഉപയോഗിക്കാൻ പറ്റില്ല. കോണ്ടന്റ് റൈറ്റിംഗ് എന്നത് എഡ്യൂക്കേഷൻ പർപ്പസിനോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനോ ഉള്ളതാണ്. ലോങ് ടേം റിസൾട്ടാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ കോണ്ടന്റ് റൈറ്റിംഗ് ആണ് അവിടെ ചൂസ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഷോർട്ട് ടേം ആയിട്ടുള്ള ക്വിക്ക് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ആവശ്യം കോപ്പി റൈറ്റിംഗ് ആണ്. രണ്ടും രണ്ട് തരത്തിലുള്ള റൈറ്റിംഗ് സ്കില്ലാണ്. അതുപോലെ തന്നെ ബിസിനസ്സിന് രണ്ട് തരത്തിലുള്ള റിസൾട്ടാണ് കോപ്പി റൈറ്റിങ്ങും കോണ്ടന്റ് റൈറ്റിങ്ങും പ്രൊവൈഡ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ വൈഷ്ണവ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.